എരിവ് കുറഞ്ഞ നല്ല ഭംഗിയുള്ള കുറച്ച് അധികം പച്ചമുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിന്ന് ഒരു അടിപൊളി അച്ചാറാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കി ഞെടുപ്പ് കളഞ്ഞ പച്ചമുളക് ഇതുപോലൊന്ന് കീറിക്കൊടുക്കാം. രണ്ടായിട്ട് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇതുപോലൊന്ന് കീറിക്കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാ പച്ചമുളകും ഇതുപോലൊന്ന് കീറിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൊന്ന് തൂവിക്കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് തൂവിക്കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് മിക്സ് ചെയ്താൽ നല്ലത്. ഇനി എരിവുള്ള പച്ചമുളക് നമുക്കിത് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യല് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് എള്ളെണ്ണ എടുത്തിട്ടുണ്ട്. പാം ഓയിലോ സൺഫ്ലവറോ ഒക്കെ എടുക്കാം കേട്ടോ. അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടി വരുമ്പോഴേക്ക് കുറച്ച് ഇഞ്ചി, കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ പച്ചമുളക് അച്ചാറായതുകൊണ്ട് തന്നെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും കായവും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുമ്പോൾ കുറച്ച് അധികം തന്നെ കായം ഇട്ട് കൊടുക്കാം. അച്ചാർ പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല, അപ്പോൾ കുറച്ചധികം കായം ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നല്ലൊരു മണം വരുമ്പോഴേക്ക് നമ്മൾ ഒരു 1/4 ഗ്ലാസ്സോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എരിവ് കൂടുതലാണ്, അതിനനുസരിച്ച് കുറച്ച് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ. അപ്പം ഞാനിവിടെ തീരെ ഇതിന് എരിവില്ലാത്തതുകൊണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമ്മുടെ വിനാഗിരി ഒഴിച്ച് തിളച്ച് വരുമ്പോൾ പച്ചമുളകും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പച്ചമുളകിൻ്റെ കളറൊക്കെ ഇതുപോലെ മാറി വരും. അപ്പോൾ ഇനി ഇരുന്ന് നല്ല ചാറ് നല്ല കുറുകിക്കോളും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റാണ്. അപ്പം പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അച്ചാറുകൾ മാത്രമാണല്ലോ നമ്മുടെ ഈ വീഡിയോയിൽ.